നിങ്ങളോട് ഞാൻ പുറത്തല്ലേ പോകാൻ പറഞ്ഞത്. എന്റെ കിച്ചന്റെ അകത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇനി നിങ്ങളെ ഇവിടെ കണ്ടുപോകരുത്. നിങ്ങൾ എങ്ങനെ ഫേമസ് ചെഫ് കാണുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും മാനഹാനി ഉണ്ടാകും. മനസ്സിലായോ? ജോർദാറെ, ഞങ്ങൾ ഇവിടുത്തെ നോക്കാൻ വേണ്ടി വന്നതല്ലേ. എല്ലാവരും കാണുകയെ ഞാൻ അടിച്ച് പൊളിച്ച് തിമിർക്കും. ഞാൻ നിന്റെ കൂട്ടുകാരനാകും. ഹെയർ സ്റ്റൈല് മാറ്റി അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതിന്റെ പേരാണ് പോപ്പട്ട് സ്റ്റൈൽ. ഇത് പോപ്പട്ട് സ്റ്റൈൽ അല്ല, ഹെയർ സ്റ്റൈലാണ്. പക്ഷെ ഇത് പോപ്പട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് പോപ്പട്ട് സ്റ്റൈൽ തന്നെയല്ലേ? സംശയമുണ്ടോ? ഈ പോപ്പട്ടിന് എന്താണ് സംഭവിച്ചത്? ഇവൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. കൊച്ചലിയ, ഇവൻ ഇങ്ങനെ തന്നെ ആയിരുന്നു, ഗ്രീൻ കളറിൽ. ഓ വലിയ ഞാൻ പറഞ്ഞു വന്നതേ ഇവൻ സ്റ്റൈല് മാറിയെന്നാണ്. വേഗം വാ, നമുക്ക് പോപ്പട്ടിനെ ഫോളോ ചെയ്യാം. ആ, വലിയ എന്താ ഈ കാണിച്ചത്? സോർദാറല്ലേ പറഞ്ഞത് പോപ്പട്ടിനെ ഫോളോ ചെയ്യാനായിട്ട്. പോപ്പട്ട് ഇതിലല്ലേ പറന്നുപോയത്. നീ മനസ്സിൽ പോപ്പട്ടെന്ന് വിചാരിച്ചോ? ഇവൻ എന്തിനാണ് അടുത്ത വീട്ടിൽ പോയി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്? ഒളിഞ്ഞു നോക്കുന്നത് ഞാനല്ല, ഒളിഞ്ഞു നോക്കുന്നത് അവനാണ്. അപ്പൊ ഇതിനൊക്കെ കാരണം ഇതാണല്ലേ? ആഹാ, കൊള്ളാം. ഫ്രഷ് എയർ കൊള്ളുന്നത് ഒരു സുഖം തന്നെയാണ്. ആരെങ്കിലും എന്നെ ഒന്ന് പുറത്തെടുക്കും. കൂട്ടുകാരെ, ഞാൻ പുതിയ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയേ എങ്ങനെയുണ്ടെന്ന്. വീണ്ടും പുതിയ റെസിപ്പിയോ? വെരി സോറി, ഞാനിന്ന് വ്രതത്തിലാണ്. സംശയമുണ്ടോ? എനിക്കൊന്നും വേണ്ട, സത്യം ഞാൻ കഴിച്ചു. കൊച്ചലിയ, നീ ഒന്നും കഴിക്കില്ലെങ്കിലേ പിന്നെ എന്തിനാ സത്യം കഴിച്ചത്? ഹണി, നീ കഴിക്കേ, എന്നിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് പറയേ. ആ, ഞാൻ കഴിക്കാം. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അതെ, അവന് തന്നെ കൊടുക്ക്. മണ്ടനായ ഇവനെ കൊണ്ട് മാത്രമേ കിട്ടുന്നതെല്ലാം വലിച്ചു വാരി കഴിക്കാൻ പറ്റൂ. സംശയമുണ്ടോ? എങ്ങനെയുണ്ട്? അതവന്റെ മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോ മനസ്സിലായിക്കോളും അവൻ എങ്ങനെയുണ്ടെന്ന്. സംശയമുണ്ടോ? ഇത് സത്യത്തിൽ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ പോപ്പട്ടാണെന്നുള്ള കാര്യം തന്നെ മറന്നുപോയി. പോപ്പട്ടുകൾ ഒരിക്കലും വ്രതമെടുക്കാറില്ല. പക്ഷെ നീ കുറച്ചു മുമ്പേ സത്യം കഴിച്ചതല്ലേ ഉള്ളൂ. അതെ, ശരി തന്നെയാണ്. സത്യം കൊണ്ട് മാത്രം വയറ് നിറയില്ലല്ലോ. അടച്ചു പൊളച്ചു തിമിർത്തു. ആദ്യമായിട്ടാണ് രുചിയുള്ള ഒരു ഭക്ഷണം നീ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ പേരെന്താണെന്ന് നീ പറഞ്ഞില്ല. എനിക്കിതിന്റെ പേരൊന്നും അറിയില്ല. ഇത് ഞാൻ ആദ്യമായി എക്സ്പെരിമെന്റ് ചെയ്തതാണ്. ഇതെങ്ങാനും മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും സോർദാർ വേൾഡ് ഫേമസ് ആകും. അതെ, എന്താ എന്ത് പറ്റി സ്വാർദാർ? എന്റെ ആഹാരം കഴിക്കാനായിട്ട് ഫേമസ് റെസ്റ്റോറന്റിന്റെ മുതലാളി വരാൻ പോവുകയാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ സാധാരണക്കാരല്ല. മനസ്സിലായോ? ആ അറിയാം. അതിന് അതുകൊണ്ട് എത്ര വലിയ ആളായിരുന്നാലും ശരി, എന്റെ കിച്ചണിൽ വൃത്തിയില്ലാതെ ആരെയും ഞാൻ അനുവദിക്കില്ല. ആ ആ. അറ്റൻഷൻ, ഹെൽപ്പേഴ്സ് എല്ലാരും തയ്യാറാകൂ. പെട്ടെന്ന് പച്ചക്കറി എടുക്ക്, പിന്നെ മസാല എടുത്ത് ഉടൻ തന്നെ പണികൾ തുടങ്ങിക്കൊള്ളൂ.
ഒരു കാര്യം ശ്രദ്ധിച്ചോ, എനിക്കൊരു സമയം വന്നുവെങ്കിൽ നിങ്ങൾക്കും ഒരു സമയം തീർച്ചയായും വരും. സത്യമായിട്ടും ഈ ക്യാപ്പ് ഇടാനുള്ള സമയമായിരിക്കുന്നു. എന്താണ് ഈ കാണിക്കുന്നത്? മിണ്ടരുത്, പ്രശ്നമുണ്ടാക്കാതെ വേഗം ജോലി നോക്ക്. പെട്ടെന്ന് പെട്ടെന്ന്, അതായത് ഫാസ്റ്റർ ഫാസ്റ്റർ. മനസ്സിലായോ? ഇതെന്താ ഈ കാണിക്കുന്നത്? തക്കാളി പോലും നിനക്ക് കട്ട് ചെയ്യാൻ അറിയില്ലേ? വലിയ വ്യക്തികൾക്ക് ആഹാരം ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിലും നമുക്കൊരു ശ്രദ്ധ വേണം. നീ എന്താ ഈ കാണിച്ചത്? മിണ്ടരുത്. കണ്ടില്ലേ നീ അരിഞ്ഞ തക്കാളി മുഴുവൻ ഞാൻ ഡസ്റ്റ്ബിനിൽ ഇട്ട് കഴിഞ്ഞു. ഇതുപോലെയാണ് നീ പണിയെടുക്കുന്നുവെങ്കിൽ നിന്നെയും ഞാൻ എടുത്ത് ഈ ഡസ്റ്റ്ബിനകത്ത് ഇടും. പൊയ്ക്കോ, ഉടൻ തന്നെ വേറെ തക്കാളി കട്ട് ചെയ്യ. ഞാൻ ബീറ്റ് വിടാനാ പറഞ്ഞത്, അല്ലാതെ ഊതി കാറ്റ് വിടാനല്ല. ഞാൻ എന്താണ് പറയുന്നോ അതുപോലെ ചെയ്. എന്താ? ആ ചെയ്. ഓ ടിക് 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 ശബാബ് ചിക്ക്. മനസ്സിലായി. ശരി, ചെയ്യ്. ഓ ടിക് 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 ചപ്പാക്ക് ചിക് ചിക്. വേഗം പറ. ടിക് 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 ശബാബ് ടിക് ടിക്. ഓ ഇത്രേ ഉള്ളോ? ടിക് 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 ചപ്പാക്ക് ചിക് ചിക്. ആ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കോപ്പി അടിക്കുന്നേ? പറയുന്നത് പോലെ ചെയ്യ്, വേഗം ചെയ്യ്. ഓ ടിക് 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 ശബാബ് ചിക് ചിക്. നീ എന്തിനാ എന്നെ കോപ്പി അടിക്കുന്നത്? നിന്നോട് ഞാൻ എന്തു പറഞ്ഞു? നീ അതുപോലെ ചെയ്യ്. ഓ നിങ്ങൾ രണ്ടാളും വഴക്കൂടും നിർത്ത്. ബീറ്റ് ഞാൻ ചെയ്യാം. ഓ ടിക് 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 ചപ്പാക്ക് ചിക് ചിക്. ഓ നീയും പോപ്പട്ട് ഞാനും പോപ്പട്ട്, നമുക്ക് പാടാൻ നല്ലൊരു പാട്ട്. രാവിലെയും വൈകിട്ടും എപ്പോഴും നിന്നോർമ്മകളാ. നീയില്ലാതെ എനിക്കിവിടൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. അവിടെയും ഇവിടെയും നിന്നോർമ്മകൾ മാത്രം എന്നുള്ളിൽ. നിനക്ക് വേണ്ടി പാട്ടുപാടാം, നിനക്ക് വേണ്ടി നൃത്തം ചെയ്യാം. നീയും പോപ്പട്ട് ഞാനും പോപ്പട്ട്, നമുക്ക് പാടാം നല്ലൊരു പാട്ട്. എന്റെ ഓർമ്മ എന്നും നിന്നെ കുറിച്ച് മാത്രമാണ്. നീയില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാനേ വയ്യ. എന്താ, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? എടാ, എന്താണ് ഇവിടെ പെട്ടെന്ന് ഇരുട്ട്? ഇതെങ്ങനെയുണ്ട്? ഇത് നീലയാണ്. എടാ, ഞാൻ കളറിനെ കുറിച്ചല്ല ചോദിച്ചത്, ഡ്രസ്സിനെ കുറിച്ചാ. മനസ്സിലായോ? വേറെ എന്തെങ്കിലും ട്രൈ ചെയ് പോപ്പട്ട്. ശരി, ഇതെങ്ങനെയുണ്ട്? ആ ഇത് കൊള്ളാം. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചതാണ് ഇത് കൊള്ളാമോ എന്ന്. എന്നാൽ നിങ്ങൾക്കത് മനസ്സിലായതേ ഇല്ല. അല്ല, ചോക്ലേറ്റിന്റെ ബോക്സ് ഇവിടെ പോയി. എടാ ഹണി, ഇതിനകത്തുണ്ടല്ലോ ചോക്ലേറ്റ്. ഇവിടെ കൊച്ചളിയനോ എന്നോട് പറഞ്ഞത് ചോക്ലേറ്റിന്റെ ബോക്സ് കൊടുക്കാമെന്ന്. കൊടുക്കാൻ പോകുന്നത് ബോക്സ് ആണല്ലോ, അതുകൊണ്ട് ചോക്ലേറ്റ് മുഴുവൻ ഞാൻ തിന്നു. ഓ, പോപ്പ്, നീ പോയിട്ട് ഈ പൂവങ്ങ് കൊടുത്താൽ മതി. എന്തായാലും ഇതെങ്കിലും ഉണ്ടല്ലോ, ഇത് ഞാൻ കൊടുക്കാം. സംശയമുണ്ടോ ബണ്ണി? പക്ഷെ ഞാൻ പൂ എങ്ങനെയാണ് കൊടുക്കുക? ആ മീശക്കാരൻ അവിടെ ഉണ്ടാവുമല്ലോ. സംശയമുണ്ടോ? പോപ്പട്ടെ, നീ ഞങ്ങളെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇത് നീ എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്ക്. ഇത് അവൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഞാൻ അവളെ കയറ് കൊണ്ട് ഇങ്ങോട്ട് വലിക്കാം. അപ്പൊ നീ പൂ കൊടുക്ക്. ഞാൻ കേൾക്കാനല്ല, കേൾപ്പിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വലിയൊരു കവിയൊന്നുമല്ല, പക്ഷെ ഒരു പോപ്പട്ടാണ്. നിന്നെ കണ്ട അന്ന് തന്നെ എന്റെ മനസ്സിൽ ഒരു കവി ഉണ്ടായി. ഇതിൽ നിന്നും ഞാനൊരു പീസ് പോലും കഴിച്ചില്ല. പക്ഷെ ഇത് മുഴുവൻ തീർന്നു പോയിരിക്കുകയാണ്. എങ്ങനെ? എന്തായാലും ഞാൻ മറ്റൊരു പാക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ തീർച്ചയായും തിന്ന് തീർത്തിരിക്കും. ഞങ്ങളുടെ കൂട്ടുകാരൻ പോപ്പൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളെ അല്ല. അവൻ വളരെ നല്ലവനാ. അതെ, ആരും അറിയാതെയാണ് അവൻ എല്ലാ മണ്ടത്തരങ്ങളും കാണിക്കുന്നത്. അവൻ ഒരിക്കലും ആർക്കും ശല്യമാകില്ല. പക്ഷെ നാട്ടുകാർക്ക് എപ്പോഴും അവൻ ഒരു പ്രശ്നക്കാരൻ തന്നെയാ. ഞങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ പോപ്പട്ടുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നോക്കുക. അതെ, ബണ്ണി പറഞ്ഞത് ശരി തന്നെയാ. അതങ്ങ് മനസ്സിലാക്കണം.
വലിയ എന്താ വായിക്കുന്നേ? കൊച്ചളിയ, ഞാൻ ന്യൂസ് വായിക്കാ. നിനക്ക് വായിക്കാനൊക്കെ അറിയോ? നീ എത്ര വരെയാ പഠിച്ചത്? ദാ ഇവിടം വരെ. വലിയ പോപ്പട്ട് ചോദിച്ചതേ നീ എത്രാം ക്ലാസ് പഠിച്ചിട്ടുണ്ടെന്നാ. ക്ലാസിഫൈഡ്സ് രാവിലെ വായിച്ചായിരുന്നു. നോക്കിയേ ഇതിലെന്താ എഴുതിയിരിക്കുന്നെന്ന്. കൊച്ചളിയ, എനിക്ക് വായിക്കാൻ അറിയാന്നേ. ആ അറിയാലോ. പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? തന്നെ വായിച്ചാ പോരെ. കഴുതേ ഞാൻ ചോദിച്ചതല്ല പറഞ്ഞതാണ്. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയാണ്. അതിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. എന്തുകൊണ്ട് നമുക്കൊരു ഷോർട്ട് ഫിലിം എടുത്തുകൂടാ? അടിച്ചു പൊളിച്ചു തിമിർത്തു. പക്ഷേ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിട്ട് ഒരു സൂപ്പർ സ്റ്റോറിയുടെ കൂടെ ആവശ്യമില്ലേ? സംശയമുണ്ടോ? എന്റെ കയ്യില് ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. പ്രേം നഗറിൽ ഒരു പയ്യനുണ്ട്, പേര് പിങ്കു. അവൻ ഒരിക്കൽ രാജകുമാരി പിങ്കിയെ കാണുന്നു. പിങ്കു രാജകുമാരിയെ ദുഷ്ടനായ അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല കൊച്ചളിയ. കൊച്ചളിയൻ എങ്ങനെയുണ്ട്? എടാ കഴുതേ, ഞാൻ സ്റ്റോറിയെ കുറിച്ചാ ചോദിച്ചത്. അതെങ്ങനെ ഉണ്ടെന്നാ? അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇതിലേക്ക് ഹീറോയിനെ വേണ്ടേ? സംശയമുണ്ടോ? ഹീറോ ഞാനാവാം, പിന്നെ നമ്മുടെ കിറ്റിയെ ഹീറോയിനിയാക്കാം. അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാമറാമാൻ. സംശയമുണ്ടോ? പക്ഷേ കിറ്റിക്ക് ഹീറോയിനിയാകാനായിട്ട് സമ്മതിക്കുമോ? വരൂ നമുക്ക്. അതെ ചേട്ടാ, ഈ പാനിപൂരിക്ക് എത്രയാ? 20 രൂപയ്ക്ക് 4 എണ്ണം. 20 രൂപയ്ക്ക് 4? ഇതിനുപയോഗിക്കുന്ന വെള്ളം ഞങ്ങൾ തരുവാണെങ്കിൽ ഞങ്ങൾക്ക് എത്ര രൂപയ്ക്കാ തരുക? കള്ളൻ എന്റെ പേഴ്സ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നു. ആരെങ്കിലും വേഗം ഒന്ന് പിടിക്കേ. അല്ല ഇതാരാണ്? ഞാൻ സൂപ്പർ ഹീറോ ദോദോ. ആ പേഴ്സ് എന്റെ കയ്യിലേക്ക് തരൂ. ഞാൻ തരില്ല. തന്നില്ലെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിനക്ക് നല്ല ഇടി കിട്ടും. പിന്നെ രണ്ടാമത്തേത്, പോലീസ് വരുന്നത് വരെ നിനക്ക് ഇടി കിട്ടിക്കൊണ്ടേയിരിക്കും. ദാ നിങ്ങളുടെ പേഴ്സ്. മോഷ്ടിക്കാൻ നിനക്ക് നാണമാവുന്നില്ലടാ, കള്ളൻ. റിയൽ സൂപ്പർ ഹീറോ ദോദോ. താങ്കളെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ പേരെപ്പുറം തന്നെ താങ്കൾ സൂപ്പർ ഹീറോയാണ്. ഈ പേരിൽ 2 വിഷയങ്ങളാണുള്ളത്. ആദ്യത്തേത്, ഞാൻ ശത്രുക്കളെ പപ്പടമാക്കും. അതുകൊണ്ടാ എന്റെ പേര് ദോദോ. അപ്പോ രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങ് 2 കാര്യങ്ങളാണ് സംസാരിക്കാറുള്ളത്. അതുകൊണ്ടാണ് അങ്ങയുടെ പേര് ദോദോ എന്നല്ലേ? ഫണ്ണിയാണല്ലോ. അല്ലല്ല, ഹണിയാണ്. മാത്രല്ല ഇതെന്റെ കൊച്ചളിയൻ ബണ്ണിയാണ്. കൂടാതെ എന്റെ പേര് സോർദാർ എന്നാണ്. അതെ കൊച്ചളിയ, നമ്മളെന്താ കോമഡി ഫിലിമാണോ ചെയ്യുന്നത്? സണ്ണി, നീ ഒരു രാജാവാണെന്നുള്ളത് മറന്നു പോവുകയാണ്. മാത്രവുമല്ല ക്യാരക്ടറായി നിൽക്കണം. പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ടാ ഇത്? അയ്യോ, കിറ്റി. സോർദാർ, നീ ബാക്കിയെല്ലാം തയ്യാറാക്ക്. ഞാൻ കിറ്റിയെ തിരിച്ചു വിളിച്ചോണ്ട് വരാം. ശരി ബണ്ണി, പക്ഷെ അവൾ ആഹാരം കഴിപ്പിച്ച് കൊണ്ടുവന്നാൽ മതി. നീ അധികം ചിരിക്കണ്ട ഹണി. എല്ലാം ഇവിടെ റെക്കോർഡ് ആവുന്നുണ്ട്. Ready? ഹണി, ഈ ലൈറ്റിന് എന്ത് പറ്റി? വേഗം ലൈറ്റ് ഓൺ ചെയ്യ്. എനിക്ക് ലൈറ്റ് ഇല്ലാതെ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ലൈറ്റ് നന്നാക്കാൻ ശ്രമിക്കുകയാണ്. നീയും ലൈറ്റ് ഇല്ലാത്ത മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്ക്.
All is well. Poppet, camera, റോളിംഗ്. action. രാജകുമാരി പിങ്കി, ഇനി നിനക്ക് കടസിംഗിന്റെ കൂടെ കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. രാജകുമാരി, നീ വന്നോ? നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്ത് പറ്റി? നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ വല്ല ഭൂതവുമാണോ? നോക്കിക്കോ. നമുക്ക് ആദ്യം രാജാവിന്റെ സീൻ ഷൂട്ട് ചെയ്താലോ? കാരണം കിറ്റിക്ക് ഇനിയും സമയം വേണം. ആ മേക്കപ്പ് ഒക്കെ ശരിയാക്കണ്ടേ? ഖഡക് സിംഗ്, നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ തോൽപ്പിക്കാം, പക്ഷെ പേടിപ്പിക്കാനാവുകയില്ല. മനസ്സിലായോ? അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവോ അപ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഖഡക് സിംഗിന്റെ കൊമ്പം മീശ, വമ്പം മീശ, കൊമ്പം മീശ പോണേ. എന്നെ തള്ളിയിട്ടിട്ടിരുന്ന് ചിരിക്കുന്നോ? നീ ഹീറോയാണ്, നീ ഡയറക്ടർ തല്ലാൻ പാടില്ല. പക്ഷെ ബണ്ണി എനിക്ക് തല്ലല്ലോ. നിന്നെ ഞാൻ ഓ, ഒരു മിസൈൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനെ ഉടനെ തടയണം. ദോദോ സാറേ, ഞങ്ങളൊക്കെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെയും കൂടെ കൂട്ടാമോ? എങ്കിൽ എന്നോടൊപ്പം വരൂ. നമുക്ക് എങ്ങനെയും ഈ അപകടം തടയണം. പെട്ടെന്ന് എത്തുന്നത് കൊണ്ട് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചേക്കാം. ഒരുപക്ഷെ നമുക്ക് ഓടിയും എത്താം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരെയും തന്നെ ഡയറക്റ്റ് ആയി ലൊക്കേഷനിൽ എത്തിക്കാൻ സാധിക്കും. എന്റെ ഈ ഗാഡ്ജറ്റിന്റെ സൂപ്പർ പവർ ഉപയോഗിച്ച്. അതെങ്ങനെയാ? ഞാൻ എന്റെ ഗാഡ്ജറ്റിന്റെ ബട്ടൺ അമർത്തിയാലുടൻ അപ്പൊ തന്നെ നിങ്ങൾ എന്നെ പിടിക്കണം. പിന്നീട് നമ്മൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന നേരം കൊണ്ട് പറന്നെത്തും. അത് കൊള്ളാലോ, നല്ല രസമായിരിക്കും. ഡോം ഡോം ദോദോ, പവറിന്റെ ഗേറ്റ് വേഗം തുറക്കൂ. പെട്ടെന്ന് എത്തിയല്ലോ, അത്ര രസം തോന്നിയില്ല. കഴുതേ, നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെയാ. വീണ്ടും ട്രൈ ചെയ്ത് നോക്കണമെന്നാ എനിക്ക് തോന്നുന്നത്. ഡോം ഡോം ദോദോ, പവറിന്റെ ഗേറ്റ് വേഗം തുറക്കൂ. ഇപ്പൊ നമ്മൾ എത്തിയോ? ഇല്ല ഹണി, നമ്മൾ ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ഇനി എന്താണ് ചെയ്യുന്നത് ദോദോ സാർ? ഞാൻ നിങ്ങളെയും കൊണ്ട് പറന്നു പോകും. സാറേ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നേ. ഞങ്ങൾ ആ ഓടുന്ന ലോറിയിൽ ചാടിക്കേറി വരാം. അപ്പൊ പെട്ടെന്ന് അവിടെ എത്തും. നിങ്ങൾ ആ ലോറിയിൽ പൊക്കോ, ഞാൻ ഈ ദോദോ അങ്കിളിന്റെ കൂടെ തന്നെ പറന്ന് അങ്ങോട്ട് വന്നോളാം. എന്തേ? ആയിക്കോട്ടെ, ഞങ്ങൾ പോവുകയാണ്. വരൂ. ഡോം ഡോം ദോദോ, പവറിന്റെ ഗേറ്റ് വേഗം തന്നെ തുറക്കൂ. ആ? ഏ, ഇത് കൊള്ളാലോ, ഞാൻ ദേ പറക്കുവാണ്. ആ? ആ? അയ്യോ, എന്താ പറ്റിയേ? പറന്നപ്പോ ഇദ്ദേഹത്തിന്റെ ചിറകിതേ പറന്നുപോയി. ചിറക് അങ്ങോട്ടും പോയി, ഞങ്ങൾ ഇങ്ങോട്ടും വന്നു. ദോദോ സാറേ, സാറിന്റെ പവർ എന്താണ് പ്രവർത്തിക്കാത്തത്? അങ്ങയുടെ ആ പവർ ഞങ്ങൾക്ക് കാണിക്കൂ. ആ കള്ളനെ പിടിച്ചപ്പോഴുണ്ടായിരുന്ന അതേ പവർ തന്നെ ഞങ്ങൾക്ക് ഉടൻ തന്നെ കാണിക്കൂ. അതിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തേത്, ഞാൻ എന്റെ ഗാഡ്ജറ്റ് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണാവോ അങ്ങളെ? അത് പിന്നെ ഞാൻ അബദ്ധത്തിൽ ആ കള്ളന്റെ മേത്ത് വന്ന് വീണതാണ്. മിക്കവാറും ഈ പ്രായത്തിൽ എന്റെ ശക്തികൾ കുറഞ്ഞു വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേഗം ഈ ഒന്തോണ്ടിയെ കയറിയിരിക്കൂ. കൂട്ടുകാരെ, ഈ ദോദോയെ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യ. ധൂം ധൂം ദോ ദോ, പവറിന്റെ ഗേറ്റ് ഉടൻ തുറക്കൂ. ഇനി നീ എന്ത് ചെയ്യും ദോദോ? നിന്റെ കയ്യിലുള്ളതാണെങ്കിൽ താഴെ പോയി. ഇനി രണ്ട് കാര്യങ്ങൾ സംഭവിക്കും.
ആദ്യം സംഭവിക്കാൻ പോകുന്നത് ഞാൻ നിന്നെ തരിപ്പണമാക്കും. എന്നാ രണ്ടാമത്തെ കൂടെ പറഞ്ഞേക്കേ, അതെന്തിനാ ബാക്കി വെച്ചിരിക്കുന്നത്? രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വേഗം തുടങ്ങ്, വേഗം തുടങ്ങ്, അല്ലെങ്കിൽ ഇവർ നമ്മുടെ മുതുകിൽ തുടങ്ങി വെക്കും. ദോദോ, താങ്കൾ എവിടെയാണ്? താങ്കളെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങളെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല കുട്ടികളെ. ഹേയ്. എന്തായി സംഭവിക്കുന്നത്? എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്. പിടികിട്ടി തന്നെ. എക്സ്ക്യൂസ് മീ. ഇവർ രണ്ടുപേരെയും വേഗം കെട്ടിയിട. നിന്നെ പോലുള്ള പഴയ ഹീറോസിന് എന്റെ മിസൈൽ തടയാൻ കഴിയുകയില്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും ഒരു ഫലവും ഉണ്ടാവുകയില്ല.